ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ രാത്രി സമയത്ത് പോലും മണിക്കൂറിൽ 20,000-ലധികം ടിക്കറ്റുകളെല്ലാം തന്നെ ബുക്ക് മൈ ഷോ വഴി വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ലാലേട്ടൻ്റെ എമ്പുരാൻ. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തി വരാനിരിക്കുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബുക്ക് മൈ ഷോ നേട്ടമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് പ്രകാരം ഒരു ഇന്ത്യൻ സിനിമയുടെ പേരിൽ പുതിയൊരു റെക്കോർഡ് കൂടി എമ്പുരാൻ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് വലിയ ഹൈപ്പ് നേടിയെടുത്ത സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ബുക്ക് മൈ ഷോയിലൂടെ വലിയ തരംഗം ബുക്കിങ്ങിന്റെ കാര്യത്തിൽ നേടിയെടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ സിനിമയുടെ പേരിൽ ബുക്കിംഗ് ആരംഭിച്ച ആദ്യ 24 മണിക്കൂറിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന സിനിമയായിട്ട് എമ്പുരാൻ എന്ന സിനിമ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് ഇന്ത്യയിൽ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ട എമ്പുരാൻ എന്ന സിനിമ 13 മണിക്കൂറിലധികം ബുക്ക് മൈ ഷോയിൽ പിന്നിടുമ്പോൾ 5 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇന്ത്യയിലെ സിനിമയുടെ പേരിൽ വിറ്റഴിച്ചതോടെയാണ് എമ്പുരാൻ എന്ന സിനിമ പുതിയൊരു ചരിത്രം രചിച്ചിരിക്കുന്നത്. ഇതിനു മുന്നേ കലിക്ക് എന്ന സിനിമയുടെ പേരിലായിരുന്നു ആ റെക്കോർഡ്. 3,30,000-ൽ പരം ടിക്കറ്റുകളാണ് ആദ്യ 24 മണിക്കൂറിലെ കലിക്കിയുടെ പേരിൽ പ്രഭാസ് സിനിമയുടെ പേരിൽ വിറ്റഴിക്കപ്പെട്ടത്. 3-ാം സ്ഥാനത്ത് ഷാറുഖ് ഖാന്റെ ജവാനാണ്. ആദ്യ 24 മണിക്കൂറിൽ ജവാൻ എന്ന സിനിമ 2,53,000-ലധികം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ വിറ്റത്. 4-ാം സ്ഥാനത്ത് അല്ലു അർജുന്റെ കഴിഞ്ഞ വർഷം അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ പുഷ്പ 2 ദി റൂളാണ്. 2,19,000-ൽ പരം ടിക്കറ്റുകളാണ് സിനിമയുടേതായിട്ട് വിറ്റഴിച്ചത്. 5-ാം സ്ഥാനത്ത് വിജയുടെ ലിയോ ആണ്. 1,26,000-ൽ പരം ടിക്കറ്റുകളാണ് ആദ്യ 24 മണിക്കൂറിൽ സിനിമയുടേതായിട്ട് വിറ്റഴിച്ചത്. അപ്പോൾ ഈ ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ എമ്പുരാൻ എല്ലാം തന്നെ ടോപ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലെന്ന് സംശയം പറയാം. എമ്പുരാന്റെ ഹൈപ്പ് എല്ലാം തന്നെ ഏത് ലെവലാണ് എന്ന് അതൊന്നുകൂടി ഉറപ്പാക്കുന്നു. ഇനി അടുത്തൊരു റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മറ്റ് പല ഭാഷാ നടന്മാരുടെ പേരിൽ ഫാൻ ഫൈറ്റും മറ്റുമെല്ലാം തന്നെ തമ്മിൽ നടക്കുന്ന കാഴ്ച കാണാറുണ്ടല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ മലയാളത്തിന്റെ അഭിമാന താരം ലാലേട്ടന്റെ പേരിൽ എക്സിലെല്ലാം തന്നെ ലാലേട്ടന്റെ എമ്പുരാന്റെ പേരിലും ലാലേട്ടന്റെ സ്റ്റാർഡത്തിന്റെ പേരിലെല്ലാം തന്നെ വലിയ ഫാൻ ഫൈറ്റ് രണ്ട് വ്യത്യസ്ത ഭാഷകളിലെ ആരാധകർ തമ്മിൽ നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഒരു സൈഡിൽ വിജയ് ആരാധകരും രജനികാന്ത് ആരാധകരും തമ്മിലാണെങ്കിൽ മറ്റൊരു സൈഡിൽ ഷാറുഖ് ഖാൻ ആരാധകരും ഒപ്പം തന്നെ സൽമാൻ ഖാൻ ആരാധകരും തമ്മിലാണ് ലാലേട്ടന്റെ എമ്പുരാന്റെ പേരിൽ വലിയ ഫാൻ ഫൈറ്റിലേക്ക് പോയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ സൽമാൻ ഖാന്റെ സിക്കന്ദർ എന്ന സിനിമയേക്കാൾ ഒരുപാട് മടങ്ങാണ് നമ്മുടെ എമ്പുരാൻ എന്ന സിനിമയുടെ പ്രൈസിൽ കളക്ഷൻ. ബുക്ക് മൈ ഷോയിലാണെങ്കിൽ സിക്കന്ദറിനെ തൂക്കിയടിച്ചു തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് SRK ആരാധകരും സൽമാൻ ഖാൻ ആരാധകരും തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നത്. ലാലേട്ടന്റെ സ്റ്റാർഡത്തിന് മുന്നിൽ സൽമാൻ ഖാൻ തോറ്റുപോയല്ലോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെയാണ് ട്രോളുകളായിട്ട് ഇതിനോടകം തന്നെ ഉന്നയിക്കുന്നത്. അതേസമയം മറ്റൊരു വശത്ത് വിജയ ആരാധകർ ഇതിനോടകം തന്നെ ആരോപിക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത് ജയിലർ എന്ന സിനിമയുടെ കേരള കളക്ഷൻ ഇത്രയധികം വരാനായിട്ട് ലാലേട്ടൻ കാരണമാണ് എന്നൊരു വിഷയം നേരത്തെ തന്നെ നമ്മുടെ ചർച്ചകൾക്കിടയിൽ മലയാളികൾക്കിടയിൽ വന്നു പോയതാണ്. ഇപ്പോഴത്തെ അതേ വിഷയം ഇന്ന് എമ്പുരാന്റെ തരംഗം കണ്ട് വിജയ ആരാധകർ രചനയ്ക്കെതിരായിട്ട് ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ജയിലർ നല്ല കളക്ഷൻ വരാനായിട്ട് നല്ലൊരു പങ്ക് ലാലേട്ടിനുണ്ട് എന്ന തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല ലാലേട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ പാൻ ഇന്ത്യൻ ലെവലിൽ നാം കാണുന്നത്. നിലവിൽ എമ്പുരാന്റെ കാര്യത്തിലായതുകൊണ്ട് പ്രത്യേകം ഈ വീഡിയോയിൽ എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. നേരത്തെ ചിരഞ്ജീവി ആരാധകരും ലാലേട്ടൻ ആരാധകർ തമ്മിലെല്ലാം തന്നെ പല ചർച്ചകൾ പല രീതിയിൽ കടന്നു പോകുന്ന ഒരു കാഴ്ച നാം കണ്ടിട്ടുള്ളതാണ്. നിലവിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇനി ലാലേട്ടൻ ആരാധകർക്ക് വെല്ലുവിളിക്കാനായിട്ട് അതല്ലെങ്കിൽ ലാലേട്ടൻ ആരാധകരെ വെല്ലുവിളിക്കാനായിട്ട് ഇനി ആരും തന്നെ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലാലേട്ടൻ അത്രത്തോളം ശക്തി ആർജിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പാൻ ഇന്ത്യൻ ലെവൽ ചർച്ചയാണ് ലാലേട്ടനെ കുറിച്ച്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്ക്.